ഹായ് ഫ്രണ്ട്സ്, പൊതുവെ നാട്ടിലുള്ള ഒരു സംസാരമാണ് മോദിക്ക് കഴിവില്ല, മോദി ചായക്കടക്കാരനാണ്, മോദിക്ക് വിദ്യാഭ്യാസമില്ല, അയാൾക്ക് ഇന്ത്യ ഭരിക്കാനുള്ള കഴിവില്ല, അർഹതയില്ല എന്നൊക്കെ. പക്ഷേ ഇവരൊക്കെ കഴിവുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മഹാനുണ്ട്, രാഹുൽ ഗാന്ധി. ഇയാളുടെ യോഗ്യത പറയട്ടെ. നെഹ്റുവിന്റെ പരമ്പരയിലുള്ളതാണ്, ഗാന്ധി കുടുംബത്തിലെ അംഗമാണ്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമോനാണ്. ഇതൊക്കെയാണ് പുള്ളിയുടെ കഴിവുകൾ. ഇതെന്താ, സുൽത്താൻ മാറുമ്പോൾ സുൽത്താന്റെ മോൻ ഭരിക്കാൻ ഇത് രാജഭരണമോ? ഇന്ത്യ എന്താ ഗാന്ധി കുടുംബത്തിന്റെ കുടുംബ സ്വത്താണോ? ദയവ് ചെയ്ത് ഈ രാഹുൽ ഗാന്ധി ഒന്നും മോദിയെ വെച്ച് കമ്പയർ ചെയ്യരുത്. യഥാർത്ഥത്തിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഒരു താഴേക്കിടയിലുള്ള ഒരു സാധാരണക്കാരന് പോലും പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞെങ്കിൽ ഇന്ത്യയുടെ ഡെമോക്രസി വർക്ക് ചെയ്യുന്നുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. ഞാനൊരിക്കലും മോദി ആരാധകനോ BJP സപ്പോർട്ടറോ അല്ല. പക്ഷേ മോദിക്ക് കഴിവില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇന്ത്യ ഭരിച്ച ഏറ്റവും മികച്ച 3 മുഖ്യമന്ത്രിമാരെ എടുത്താൽ അതിൽ തീർച്ചയായും ഒന്ന് മോദി ആയിരിക്കും. വേണമെങ്കിൽ മോദിക്ക് മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ, അത് നെഹ്റുവാണ്. കാരണം ബ്രിട്ടീഷുകാർ കട്ടുമുടിച്ച് ദാരിദ്ര്യത്തിലാക്കി പോയ ഇന്ത്യയെ ഒരു മോഡേൺ ഇന്ത്യയാക്കി മാറ്റുന്നതിനുള്ള ഫൗണ്ടേഷൻ ഇട്ടത് നെഹ്റുവാണ്. പക്ഷേ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി അത് മോദിയാണ്. ചിലർ പറയും ഇന്ദിരാഗാന്ധിയാണെന്ന്. അവരുടെ ഭരണകാലത്ത് ഡെമോക്രസി തകർത്തു, പ്രതിഷേധക്കാരെ എല്ലാം ജയിലിലിട്ടു, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകർത്തു. ഇവരെയാണോ മോദിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഇനിയുള്ളത് മൻമോഹൻ സിംഗ് ആണ്. പുള്ളി എക്കണോമിക്കലി ഗ്രേറ്റ് പോളിസീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ മോദിയേക്കാൾ ഗ്രേറ്റ് ലീഡർ ഒന്നും അല്ലായിരുന്നു മൻമോഹൻ സിംഗ്. കാരണം പുള്ളി ഗാന്ധി കുടുംബത്തിന്റെ ഒരു ഡമ്മി മാത്രമായിരുന്നു. മോദി ഒരു കഴിവുള്ള പ്രധാനമന്ത്രിയാണ് എന്ന് പറയാനുള്ള 3 കാരണങ്ങൾ. മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഇത്രയും സ്വീകാര്യത കിട്ടിത്തുടങ്ങിയത്. GDP-യിൽ 10ാം സ്ഥാനത്ത് കിടന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ 4ാം സ്ഥാനത്താണ്. അടുത്ത വർഷത്തോടുകൂടി അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ 3ാം സ്ഥാനത്തെത്തും. ബ്രിക്സിലെ ഒരു പ്രധാന അംഗമാണ് ഇന്ത്യ. ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ മോദിക്ക് കഴിഞ്ഞു. ലോകത്ത് തന്നെ പവർഫുൾ ആയിട്ടുള്ള 5 വ്യക്തികളെ എടുത്താൽ അതിലൊന്ന് മോദിയായിരിക്കും. മോദിയെ ലോകം മുഴുവൻ അംഗീകരിച്ചു. അംഗീകരിക്കാൻ മടി ഇന്ത്യക്കാർക്കാണ്. മോദിക്ക് കഴിവും അർഹതയും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് 10-15 വർഷമായിട്ട് മോദി ഇന്ത്യ ഭരിക്കുന്നത്. ഒരിക്കലും ഞാൻ പറയില്ല ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ പ്രധാനമന്ത്രി മോദിയാണെന്ന്. പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി അത് മോദി മാത്രമാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.